ഫാത്തിമ തിരക്കിട്ട വീട്ടുകാര്യങ്ങൾക്കിടയിലും മനസ്സില്ലാ മനസ്സോടെയാണ് ഓരോ ജോലിയും ചെയ്യുന്നത്. രാവിലെ മക്കളെ സ്കൂളിലയക്കാനും ഭർത്താവിനെ ജോലിക്ക് വിടാനുമുള്ള ഓട്ടപ്പാച്ചിലിനിടയിലും അവളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തനിച്ചായപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. ഫോണിൽ നോക്കിയിരുന്നിട്ടും അടുക്കളയിലെ ബാക്കി ജോലികൾ തീർത്തിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ആ ശൂന്യത അവളെ വിട്ടുപോയില്ല. ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അവൾ ചിന്തിച്ചു, എന്താണെനിക്ക് പറ്റിയത്? ഒരു സന്തോഷവും തോന്നുന്നില്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണല്ലോ. ശരീരവേദനകളും തലവേദനയുമെല്ലാം അവളെ അലട്ടിയിരുന്നു. മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവുമില്ല. ഒടുവിൽ അവൾ തന്റെ ഉറ്റക്കൂട്ടുകാരിയെ വിളിച്ച് സങ്കടങ്ങൾ പങ്കുവച്ചു. ഫാത്തിമയുടെ അവസ്ഥ കേട്ടപ്പോൾ കൂട്ടുകാരിക്ക് ആശങ്കയായി. നീയും ഭർത്താവും തമ്മിൽ പിണക്കമാണോ? മക്കളുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂട്ടുകാരി ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, മക്കളുമായിട്ടും പ്രശ്നമില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഒരു സമാധാനമില്ല, ഫാത്തിമ മറുപടി പറഞ്ഞു. ഫാത്തിമയുടെ വീട്ടിലെത്തിയ കൂട്ടുകാരി തന്റെ അനുഭവം പങ്കുവച്ചു. എനിക്കും കുറച്ചു മുമ്പ് ഉറക്കമില്ലായ്മയുണ്ടായിരുന്നു. പല മരുന്നുകളും കഴിച്ചിട്ടും മാറിയില്ല. പിന്നീടെനിക്ക് മനസ്സിലായി, എനിക്ക് എന്നോട് തന്നെയൊരു ദേഷ്യമുണ്ടെന്ന്. ഇത് ഞാൻ സ്വയം കണ്ടെത്തിയതല്ല. മൈൻഡ് ട്യൂൺ എഡ്യൂലാബിലെ മൈൻഡ് ബർത്ത് എന്നൊരു പ്രോഗ്രാമിലൂടെയാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്. കൂട്ടുകാരി തുടർന്നു. ഞാനും ഭർത്താവും തമ്മിൽ ഒരു ദിവസം വഴക്കിട്ടു. അത് പറഞ്ഞു തീർത്തെങ്കിലും ഞാൻ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞതായി എനിക്ക് തോന്നി. അതു കാരണം എനിക്ക് എന്നോട് തന്നെയൊരു ദേഷ്യം രൂപപ്പെട്ടു. അതാണ് എന്റെ ഉറക്കം കെടുത്തിയിരുന്നത്. ആ ക്ലാസ് എനിക്ക് നന്നായിട്ട് ഉപകാരപ്പെട്ടു. എനിക്ക് എന്നോടുള്ള ദേഷ്യം മാറ്റിയെടുക്കാൻ ആ ക്ലാസ് സഹായിച്ചു. ഇന്ന് ഞാൻ നന്നായിട്ടുറങ്ങുന്നുണ്ട്. സന്തോഷത്തോടെ ഭർത്താവുമൊത്ത് കഴിയുന്നുണ്ട്. മൈൻഡ് ബാത്ത്, ആശ്വാസത്തിലേക്കുള്ള വഴി. ആ ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, കൂട്ടുകാരി പറഞ്ഞു. കേൾക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്ന വലിയ പ്രശ്നങ്ങളുള്ളവർ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം പോലും നമ്മളെ വിഷമിപ്പിക്കും. അതുപോലെ മറ്റാരിൽ നിന്നുമാവട്ടെ നമുക്ക് കിട്ടുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാം അറിയാതെ നമുക്കുള്ളിൽ അടിഞ്ഞുകൂടും. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കിയാൽ നല്ലൊരു ആശ്വാസം കിട്ടും. മൈൻഡ് ബാത്ത് അതിന് നമ്മളെ സഹായിക്കും. ഫാത്തിമ, നിനക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നീയും മൈൻഡ് ബാത്തിൽ അഡ്മിഷൻ എടുക്കൂ. അവിടെ ലൈവ് ക്ലാസുകളാണുണ്ടാവുക. നല്ല മെന്ററിംഗ് സപ്പോർട്ടുമുണ്ട്. നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാം. തീർച്ചയായും നമ്മുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് അവിടെ നടക്കും. ഈ വിഷമങ്ങളിൽ നിന്ന് നീ കരകയറണമെന്നാണ് എന്റെ ആഗ്രഹം. നിർബന്ധമായും നീയും മൈൻഡ് ബാത്തിൽ ചേരണം. പ്രത്യാശയോടെ ഫാത്തിമ. ഇൻഷാ അല്ലാ, ഫാത്തിമ പറഞ്ഞു. എനിക്കും എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. കൂടെ അതിനുള്ള പരിഹാരം കണ്ടെത്തി എന്നും സന്തോഷവതിയായിരിക്കണം. കൂട്ടുകാരികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഒരു പുതിയ പ്രതീക്ഷയുടെ തുടക്കം പോലെ.